സാറിന് വന്ന ഞാനൊരു കലാകാരനാണ്, ഞാൻ പറഞ്ഞല്ലോ സാറിന്. അപ്പോൾ ഞാൻ ഈ സ്റ്റേജ് ഷോയെ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ പണ്ട് നമ്മൾ 4 മണിക്കും 2 മണിക്കും ഒക്കെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അമ്പലപ്പറമ്പിൽ പുതിയ നിയമം, അമ്പലപ്പറമ്പിൽ 10 മണിക്ക് ശേഷം മൈക്കോട്ടർ പാടില്ല എന്ന് പറഞ്ഞൊരു നിയമം വന്നിട്ടുണ്ട്. അപ്പോൾ ലക്ഷക്കണക്കിന് സാറിന് അറിയാൻ പറ്റുമല്ലോ, ലക്ഷക്കണക്കിന് കലാകാരന്മാർ സ്റ്റേജ് പെർഫോം ചെയ്യുന്നത് മാത്രമല്ല, അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന, അങ്ങനെ കൂട്ടി നോക്കി ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാം ജീവിതം ഇപ്പോൾ ചെറിയ പ്രോബ്ലത്തിലാണ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം വലിയ സ്റ്റേജ് ഷോ ഒന്നും എല്ലാവർക്കും ഇല്ലായിരുന്നു. അപ്പോൾ ഈ 10 മണിക്ക് ശേഷം അക്രമവാസന ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ അതോ പോലീസുകാർക്ക് പണി കുറയ്ക്കാൻ വേണ്ടിയാണ്? പോലീസുകാരെ ഉണ്ടാക്കിയിരിക്കുന്നത് മറ്റുള്ളവരെ സംരക്ഷിക്കാനാണെന്നാണല്ലോ ഇയാൾ നേരത്തെ പറഞ്ഞത്. അവർ പണി കുറയ്ക്കാനായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ടെക്നിക്കാണിത്. സ്ട്രീറ്റ് മുഴുവൻ ലൈറ്റ് ഇടും, നേരെ വെളുക്കാനൊരു ലൈറ്റ് ഇടും, പക്ഷേ നൈറ്റ് ലൈഫ് പാടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ലൈറ്റൊക്കെ ഇട്ട് വെറുതെ പൂച്ചയ്ക്കും വവ്വാലിനും അവർക്ക് കണ്ണ് കാണാതാക്കുന്നതാണ് വെളിച്ചം. ഇതെന്തിനാണ് ഈ വെളിച്ചം ഇടുന്നത്? ഒന്നുമില്ലെങ്കിൽ 8 മണിക്ക് ഇത് ഓഫ് ചെയ്യണം. ലൈറ്റ് ഓഫ് ചെയ്യുമെങ്കിലും അത്രയെങ്കിലും ലാഭമെങ്കിലും ഉണ്ട്. രാത്രിയിൽ വേണ്ടാന്ന് എനിക്ക് ഇത് മുഴുവനും ഈ പോലീസിങ് എന്ന് പറയുന്ന ആൾക്കാരെ അവർ ഭരിക്കാൻ വേണ്ടി നിൽക്കുന്നതെന്ന് അവരുടെ സൗകര്യത്തിന് വേണ്ടി ബാക്കിയുള്ളവർ ജീവിക്കണം എന്ന് പറയുന്നിടത്താണ് അവരുള്ളത്. ഇതുകൊണ്ടാണ് അവരാണ് ഈ തീരുമാനം എടുക്കുന്നത്. സുപ്രീം കോടതി എന്ന് പറയുന്നത് ഇതേപോലെ ഒരു കഴുതയല്ലേ അതിന്റെ മണ്ടയിൽ ഇരിക്കുന്നത്, അല്ലാതെ മേളിലല്ലേ ഇരിക്കുന്ന ഇവന്മാരല്ല, അല്ല വേറെ ആരാടൂ. സുപ്രീം കോടതിയിൽ ഇരിക്കുന്നാൽ ഇയാളെ പോലെ എന്നെ പോലെ ഒരാളല്ലേ ഇരിക്കുന്നേ, അല്ല സുപ്രീം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പേടിച്ചെന്താ? ഇത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. ജനാധിപത്യത്തിനകത്ത് സുപ്രീം ഇല്ല, അഴിക്കണ ഈ പുല്ലല്ല. ഇത് തന്നെയാണ് ഞാൻ ഈ നേരത്തെ തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാധനങ്ങൾ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ട് അതിനകത്തൂടെ ജനാധിപത്യപരമായി പെരുമാറാൻ ആര് വിചാരിച്ചാലും കഴിയില്ല. അത് നല്ല പോലീസും നല്ല ജഡ്ജിയും ഉണ്ടെന്ന് എന്നോട് പറയാതെ നല്ല രാജാവും നല്ല ജഡ്ജിയും നല്ല പോലീസും സാധ്യമല്ല. ഇതായി പറയുന്നത്. അതേസമയത്ത് ഇതിൻ്റെ ഫങ്ഷൻസിനകത്ത് ഈ പരിശോധനയും കീഴ്പ്പെടുത്തലും അല്ലാത്ത ഏരിയകളുണ്ട്. എനിക്ക് ഒരു തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ ഒരാൾ വേണം. അതിനെയാണ് ഞാൻ ഈ പറഞ്ഞ ആർബിട്രേഷൻ എന്ന് പറയുന്നത്. അത് സിറ്റിസൺസ് അസിസ്റ്റൻസ്, പൗര സഹായി എന്ന് പറയുന്ന ഒരു തസ്തികയാണ് അവിടെ ഉണ്ടാകേണ്ടത്. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോകണമെങ്കിൽ തന്നെത്താൻ കയറി പോകുന്നതിനെ പറ്റി ആലോചിക്കുമോ? അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സാധനമല്ല ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇയാളവിടെ പോകുമ്പോൾ ഇയാൾ വക്കീലിനെ പറ്റി ആലോചിക്കുക, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനെങ്കിലും വിളിച്ചോണ്ട് പോകുന്നതിനെ പറ്റി ആലോചിക്കും. കാരണം ഒറ്റയ്ക്ക് പോകാൻ ഇയാളെ സഹായിക്കാനാണെന്നാണല്ലോ സങ്കല്പം. അങ്ങനെ പിന്നാണ് ഇയാൾ പേടിക്കുന്നത്. എങ്ങനെ രാജാവിൻ്റെ കിങ്കരന്മാരായിട്ടിരുന്നവന്മാരുടെ അടുത്ത് അവരറിഞ്ഞിട്ടില്ല ഇതുവരെയും നമുക്ക് ജനാധിപത്യ അവകാശം ഉണ്ടെന്ന്. അവർക്കത് ശല്യമായിട്ട് അവരത് കാണുന്നത്. ഇപ്പോൾ കുറേ മനുഷ്യാവകാശക്കാർ വന്നിട്ടുണ്ടെന്ന് പറയും. ഇങ്ങനെയാണത് പറയുന്നത്. മനുഷ്യാവകാശമൊക്കെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? പൗരാവകാശം കിട്ടാത്തതുകൊണ്ടാണ്. കാരണം ഈ ഭരണം എന്ന് പറയുന്ന സംവിധാനം, ഈ ഉദ്യോഗസ്ഥന്മാർ ജനവിരുദ്ധമായി പെരുമാറുന്ന കാരണം കൊണ്ടാണ് മനുഷ്യാവകാശം ഉണ്ടാക്കാൻ ബാധ്യത വന്നത് നമുക്ക്. അല്ലെങ്കിൽ സിറ്റിസൺ റൈറ്റ് മതി, അല്ലാതെ മനുഷ്യാവകാശം എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് പറയാൻ ബാധ്യത വന്നത് ജനാധിപത്യം തിരഞ്ഞെടുത്തവന്മാർ മര്യാദകളായിട്ട് പെരുമാറുന്നതെന്ന് ഉള്ള പ്രശ്നം വന്നപ്പോഴാണ് മനുഷ്യാവകാശം എന്ന് പറഞ്ഞൊരു സാധനം പറയാൻ ബാധ്യത വന്നത്. ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ വിഷയങ്ങൾ അറിയാതെ നമ്മളിങ്ങനെ പറയുമ്പോൾ ഇയാൾ നേരത്തെ പറഞ്ഞ ഈ അമ്പലത്തിൻ്റെ പ്രശ്നമാണല്ലോ ഇയാൾ യഥാർത്ഥത്തിൽ ചോദിച്ചത്. അത് ഈ അമ്പലത്തിനകത്ത് ഇപ്പം നമ്മൾ ശബ്ദ മലിനീകരണം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ചെറിയ ബോക്സ് വെച്ചിട്ട് ആ അമ്പലത്തിനകത്ത് എല്ലാ സ്ഥലത്തും ബോക്സ് വെച്ചിട്ട് അത്രയും ചെറിയ ഇതിനകത്ത് എത്തിക്കാൻ പറ്റും. അതിന് അത് സമ്മതിക്കാതിരിക്കുന്നത് മുഷ്കുള്ളവരാണെന്ന്, അതുകൊണ്ടാണെന്ന്. അവന്മാർ ഭരിക്കാനിരിക്കുന്നതുകൊണ്ടാണെന്ന്. പോലീസുകാരാരാണ് നമ്മളെ ഭരിക്കാന്? നിങ്ങൾ ശക്തമായിട്ട് എതിർത്തവിടെ നിന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. അപ്പം അല്ല സുപ്രീം കോടതി പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ് തലയിൽ കയറി പോവോ? സുപ്രീം കോടതി മാറ്റിയാൽ മതി. അല്ല സുപ്രീം കോടതിയാണോ ശരി? അവസാനത്തെ ശരി പറയുന്നവരല്ല സുപ്രീം കോടതി. നിയമം വ്യാഖ്യാനിക്കാനിരിക്കുന്നത് അവനൊന്നും ഈ ഇരിക്കുന്ന ഈ ഭരണഘടന വായിച്ചിട്ടില്ലാത്തവന്മാരാണ് അവിടെ ഇരിക്കുന്നവന്മാർ. അതാണ് അത് നമ്മൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന കുട്ടിക്കാലം തൊട്ട് പഠിപ്പിക്കുന്നത് എന്താണ്? ജനാധിപത്യപരമായിട്ടൊരു കോടതി ഉണ്ടായിട്ടില്ല ഇതുവരെയും. അത് ഉണ്ടാക്കേണ്ടതുണ്ട്. അല്ലാതെ നിലനിൽക്കുന്ന കോടതി ജനാധിപത്യപരമായിട്ട് അനുസരിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ കഷ്ടമാണത്. ഇതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി, ചീഫ് മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്റർ, ബ്രിട്ടീഷുകാർ ഇത് തന്നെയല്ലേ ഇരുന്നേ? അവർക്ക് പകരം ഇന്ത്യക്കാരായിരിക്കുന്ന മുതലാളിമാരെ പോലെ ഭരണാധികാരികളെ പോലെ പെരുമാറിയാൽ വ്യത്യാസം എന്താണ്?
350 മുറിയുണ്ട് പ്രസിഡന്റിന്റെ കെട്ടിടത്തിന്. അത് അവരുണ്ടാക്കിയതാണോ? ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ്. നമ്മളെ ഭരിക്കാൻ വേണ്ടി, കീഴടക്കാൻ വേണ്ടി, പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത്. രാജാക്കന്മാർ കൊട്ടാരം വലുതായിട്ട് ഉണ്ടാക്കുന്നത് എന്തിനാണ്? നമ്മളെ ചെറുതാക്കാനാണ്. തുല്യമായ പൗരന്മാരായിരിക്കുന്ന ആൾക്കാർ ചെല്ലുമ്പോൾ ഉള്ള മുറിയല്ല ഈ ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ ഇരിക്കുന്ന മുറി. അവിടെ താനായാലും ഇരുന്നാലും ഞാനായിരുന്നാലും മോശമായിട്ടേ പെരുമാറാൻ പറ്റുള്ളൂ. അത് അതിൻ്റെ സംവിധാനം കൊണ്ടാണ് മോശമാകുന്നത്. നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇയാൾ ആദ്യമേ തന്നെ തോക്കുമായിട്ട് ഒരു പൊക്കത്തിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടോട്ട് ആർക്കും അടുക്കാനൊക്കത്തില്ല. അങ്ങനെ ഒരാളെ വീണ്ടും വീണ്ടും എലക്ട് ചെയ്ത് ഒരാളെ മാറ്റി വേറൊരാളെ വെച്ചാൽ അവിടെ ഇരുന്ന് അയാൾ വെടിവെക്കല്ലേ, വേറെന്താ വഴി? ഇതാണ് പ്രശ്നം. ഞാൻ ഈ പറയുന്നത് അത് ശരിക്കും ഒന്ന് ആലോചിച്ചാൽ ഇയാൾ മനസ്സിലാകത്തുള്ളൂ. അത് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അത് നമ്മളാരെങ്കിലും നല്ല ആളുകളും ചീത്ത ആളുകളും ആകുന്നതുകൊണ്ടല്ലത്. സംവിധാനം. അതുകൊണ്ടാണ് പഞ്ചായത്ത് വികസിപ്പിച്ച്, നേരത്തെ ഞാൻ പറഞ്ഞില്ല, മേല് കീഴുള്ള സംവിധാനമല്ല, വലിയ വലിയ സർക്കിളാണ്. ക്രമീകരണങ്ങൾക്ക് വേണ്ടി, ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ സർക്കിളും ഡിവിഷൻസും ഒക്കെ ഉണ്ടാക്കുന്നത്. അല്ലാതെ നമ്മുടെ മുകളിൽ ആരെങ്കിലും ഇരിക്കുന്നതുകൊണ്ടല്ല. നമ്മളിപ്പോഴും അതാണ് മുകളിൽ ഇരുത്തിയിരിക്കുന്ന ആളുകൾ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യാത്തതെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധിയെയാണ് നമ്മൾ ഈ അയക്കുന്നത്. നമ്മൾ സെലക്ട് ചെയ്ത ആളെ നമ്മുടെ അല്ല. രാഷ്ട്രീയക്കാർ വേറെ പണ്ട് രാജാവിൻ്റെ വീട്ടിൽ ജനിച്ചതാണോ? നമ്മുടെ ഇടയിലുള്ള ആൾക്കാരല്ലേ. അവർ പോയി ഇരിക്കുന്നത് രാജാവിൻ്റെ കൊട്ടാരത്തിലാണ്. അതാ കുഴപ്പമുണ്ടാക്കുന്നത്. ഇത് മാറ്റേണ്ടതുണ്ട്. ഈ ഏരിയ മനസ്സിലാക്കാതെ നമ്മൾ ഈ ഓരോ, ഇപ്പോൾ ഇയാൾ എന്താണ് അമ്പലത്തിലെ കാര്യം പറഞ്ഞാൽ ശരിയല്ല, അത് വേണം എന്ന് ഞാനിങ്ങനെ പറയുന്ന കാരണം കൊണ്ട് അത് പോകത്തില്ല. കാരണം ഇതേ പോലീസും ഇതേ സാധനം അല്ലേ അവിടെ നിൽക്കുന്നത്. മേയർ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ? ഇതൊക്കെ എന്തുവാണത്? നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട് ഈ പ്രോട്ടോകോൾ എന്ത്? ജനങ്ങൾ തിരഞ്ഞെടുത്ത ആൾക്കാർക്ക് പ്രോട്ടോകോൾ എന്താണത്? ഇത് ബ്രിട്ടീഷുകാരും രാജാക്കന്മാരും ഉണ്ടാക്കിയതാണ് ഈ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഞാൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും എണീറ്റ് നിൽക്കണം. ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ വരുമ്പോൾ ആൾക്കാർ എണീറ്റ് നിൽക്കും. എന്ത് അസംബന്ധം? നമ്മളെ എലക്ട് ചെയ്ത് നമ്മുടെ ഇടയിൽ നിന്ന് ഒരാളെ വിട്ടതാണത്. ഇന്നലെ ഇയാൾ വോട്ട് ചെയ്ത ആള് ഇയാളടുത്ത് വന്ന് അഭ്യർത്ഥിക്കുന്നുണ്ട്, എനിക്കൊരു വോട്ട് വേണമെന്ന് പറഞ്ഞാൽ അഭ്യർത്ഥിച്ച് പോയ വിദ്വാൻ നാളെ വോട്ടിൽ ഒരു വോട്ടിന് ജയിച്ചിട്ട് വരുമ്പോൾ ഇയാൾ എണ്ണീറ്റ് നിൽക്കണം. അതെന്തൊരു തമാശയത്? എന്നിട്ട് അയാൾക്ക് ശത്രുവുണ്ട്, അയാൾ മുന്നിലും പുറയിലും പോലീസുമായിട്ട് നടക്കുക. എന്താ കാര്യത്തിനാണ്? വോട്ട് ചോദിക്കാൻ വന്ന സമയത്തിൽ മുന്നിലും പുറയിലൊന്നും ആളില്ലായിരുന്നല്ലോ. ഇത് വെറുതെ ഇതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാധനങ്ങൾ നമ്മളൊന്നും അറിയാതെ നമ്മളിതിങ്ങനെ കഴിഞ്ഞ 75 വർഷമായിട്ട് ഇതിങ്ങനെ ചെയ്തിട്ട് ജനാധിപത്യമായാലും എല്ലാം ഇങ്ങനെ ഇവന്മാരെല്ലാം രാജാക്കന്മാരായി എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ സാധനം ആലോചിക്കുന്നില്ല. ഒരാൾ രാഷ്ട്രീയക്കാരനായിരിക്കുന്ന ആള് നമ്മുടെ ഇടയിൽ നിന്നുണ്ടായതാണ്. പലയിടത്തുനിന്നും വേറെ രാജ്യത്തുനിന്ന് വന്നവർ പോലുമല്ല. ആ ആള് നമ്മുടെ മുകളിൽ ആധിപത്യം ഉള്ളവരായിട്ട് എങ്ങനെ മാറി എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളിത് പഴയ സംവിധാനം ഇത് അങ്ങനെ ശരിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനല്ല. ഒരുത്തൻ ശരിയല്ലെന്നുണ്ടെങ്കിൽ പകരം നിൽക്കാൻ അവകാശമുള്ളവരാണ് നമ്മൾ. ഇതുകൊണ്ടാണ് പണക്കാരനും ഇന്നിപ്പോൾ സകല പണക്കാരും ഇലക്ഷൻ നിൽക്കും. കാര്യമുണ്ട്, പോസ്റ്റർ അടിച്ച് ഒട്ടിക്കാൻ എളുപ്പം അവർക്ക് ആയതുകൊണ്ട് കണ്ട് ആരെയാണ് പടത്തിൽ കണ്ടത് അവർക്ക്. അതുകൊണ്ടാണ് സിനിമാക്കാർ മുഴുവൻ പ്രസിഡാകുന്നത്. കാരണം പോസ്റ്റർ താനെ അടിക്കും സിനിമയുടെ പ്രചരണത്തിന് വേണ്ടി. പക്ഷേ എല്ലാവരുടെ മുഖം എല്ലാവർക്കും കാണാം. അതുകൊണ്ടാണ് അതങ്ങനെ ആയി പോകുന്നത്. പെട്ടെന്ന് അറിയപ്പെടുന്നതിന് വേണ്ടി സിനിമ ഉപയോഗിക്കാൻ പറ്റുമെന്ന് അറിയാവുന്നതാണ് കൊണ്ട് എല്ലാ സിനിമാക്കാരും ഇപ്പോൾ രാഷ്ട്രീയക്കാരാകും. അത്രയേ ഉള്ളൂ. അറിയപ്പെടുന്നത് കൊണ്ടാണ്. അല്ല അവർക്ക് വേറെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടല്ലേ? സിനിമയിൽ അഭിനയിച്ചാൽ വിവരം കൂടുതൽ വരുമോ? ഒന്നും സംഭവിക്കത്തില്ല. ഇനി 50 സിനിമ അഭിനയിച്ചാൽ 50 സിനിമയിൽ അഭിനയിക്കാൻ അറിയാവുന്ന അറിവ് വരും എന്നുള്ളതല്ലാതെ വേറെ പല വിഷയത്തിലും വിവരം വരുമോ? അതും വരത്തില്ല. പക്ഷേ ഇലക്ഷൻ എന്നാൽ ജയിക്കും. കാരണം എല്ലാവർക്കും കണ്ടാൽ അറിയാവുന്ന ആളാണ്. ഇത്രയേ ഉള്ളൂ. മറ്റേതെങ്കിൽ പോസ്റ്റർ എഴുതിയോ അടിച്ച് നാട് മുഴുവൻ ഒട്ടിച്ചിട്ട് വേണമല്ലോ ഇയാളാണ് വോട്ടിന് ഇലക്ഷൻ നയിക്കുന്നതെന്ന് കാണിക്കണം. ഇത് സിനിമയ്ക്ക് വേണ്ടി പരസ്യം ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ ഇയാൾ ആളുകളെ അറിയപ്പെട്ടു. ഇതുകൊണ്ടാണ് സിനിമാക്കാർ എം ജി രാമചന്ദ്രന്, ജയലളിത, എം ടി രാമറാവു, ഇപ്പോൾ നമ്മൾ നോക്കിയ ഒരുവിധമുള്ള സിനിമാക്കാർ മുഴുവൻ എല്ലാവർക്കും മനസ്സിലായി എന്താണ് എളുപ്പം. അതുകൊണ്ട് സിനിമയ്ക്കകത്ത് അഭിനയിച്ചാൽ പെട്ടെന്ന് എല്ലായിടും അറിയപ്പെടും. അറിയപ്പെടുന്നത് വഴി നമുക്ക് ഈ തരത്തിലുള്ള എല്ലാ അധികാരവും ഉണ്ടാകുമെന്ന് എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കണം. ഇയാളിപ്പോൾ ടെലിവിഷനകത്ത് പോയി
അങ്ങനെ ഇരിക്കുമ്പോൾ അറിയപ്പെടുന്ന ആളായി വരും. ഇപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് അറിയപ്പെടുന്ന ആളായി മാറും. ഈ അറിയപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ മേളിൽ ആധിപത്യം ഉണ്ടാകുന്നതിന് അത് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അറിയപ്പെടുന്നത് വഴി അറിവ് കൂടത്തില്ല. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. ഒരു പട്ടിയുടെ പടം എടുത്ത് നമ്മൾ പോസ്റ്റ് ചെയ്ത എല്ലാവർക്കും പട്ടി അറിയും എന്നുള്ളതല്ല, അതിന് വിവരം കൂടുകയാണ്. മനുഷ്യനാകാൻ പറ്റുമോ എന്ന് പറയുന്നത് തന്നെയാണ്. ഒരുത്തൻ അറിയപ്പെടുന്നവനായ കാരണം കൊണ്ട് വിവരം ഉണ്ടാകത്തില്ല. അതിന് വേറെ ട്രെയിനിങ് ആവശ്യമാണ്. ആളുകളെ പറ്റിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ആളുകൾ വിചാരിക്കുന്ന അറിയപ്പെടുക എന്ന് പറയുന്നത് എന്തോ സ്വന്തമായി സ്വതന്ത്രമായി എന്തോ വലിയ സംഭവം കൊണ്ട്. പണ്ട് ഈ അറിയപ്പെടുക എന്ന് പറയുന്നതിന് ഒത്തിരി പണിയെടുക്കണമായിരുന്നു. സിനിമ വന്നപ്പോൾ എളുപ്പമായി, പരസ്യം വന്നപ്പോൾ എളുപ്പമായി, പോസ്റ്റ് അടിക്കാൻ തുടങ്ങി എളുപ്പമായി. മറ്റേയാണെന്നുണ്ടെങ്കിൽ 10-50 വർഷമൊക്കെ ജീവിച്ചാൽ ഒരാളെ നാട്ടിൽ അറിയാനൊക്കെ ഉള്ളൂ. ഇതിപ്പോൾ ഒരു വർഷത്തെ പണിയെടുത്താൽ തന്നെ സകലരെ അറിയാൻ പറ്റും. ഒരു സിനിമ വിജയിച്ചാൽ തന്നെ അറിയപ്പെടുക. ഇങ്ങനെ മാറിപ്പോയിരിക്കുന്ന ലോകമാണത്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. വിഷയവിവരങ്ങൾ ഉണ്ടാക്കുക, ഈ പറയുന്ന സംവിധാനങ്ങൾ മാറ്റുകയും നമ്മളെല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നവരായി മാറുന്നതിനുള്ള വിദ്യാഭ്യാസം ക്ലാസ് റൂമുകളിൽ ആരംഭിക്കുകയോ എല്ലാം ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ ഈ പറയുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇയാൾ പറയുന്ന ഇപ്പോൾ ഈ പറയുന്ന അനീതിപൂർണമായി ഈ അമ്പലപ്പറമ്പിൽ എത്രയോ പേർക്ക് പണി കിട്ടേണ്ടതും എത്രയോ പേര് കല ചെയ്യേണ്ട സ്ഥലത്ത് പോലീസുകാരുടെ പണി കുറയ്ക്കാൻ വേണ്ടി അവന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള കുറേ ഉത്തരങ്ങളാണിത്. തട്ടുകടകൾ യാത്ര വയ്ക്കണ്ട. എന്ത് കാരണം കൊണ്ടാണ്? സകല ഫാക്ടറിക്കും 3 ഷിഫ്റ്റ് വെക്കുമല്ലോ. എന്നാൽ ഇവന്മാരെന്താ അടയ്ക്കാൻ പറയാത്തത്? രാത്രിയിൽ എന്തിനാണ് ഈ ഷിഫ്റ്റ്? അതൊന്നും അടയ്ക്കാൻ പറയാത്ത ഈ ഇവിടുത്തെ പോലീസുകാർ? അവർക്ക് പണി കുറയ്ക്ക് കാണണമെന്ന് മാത്രമല്ലേ ആഗ്രഹമുള്ളൂ, അല്ല വേറെ എന്താ കാരണം കൊണ്ടാണ്? നമ്മൾ ഈ ലൈറ്റെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത് രാത്രി പകലാക്കാൻ വേണ്ടിയാണ്. അവിടെ ഈ ലൈറ്റ് മുഴുവൻ ഇട്ടിട്ട് ഒരാളും ഇല്ലാതെ ആ ലൈറ്റ് എന്തിനാണ് അവിടെ ഇട്ടിരിക്കുന്നത്? ആർക്ക് കാണാനാണ്? രാത്രി ജീവിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയതാണത്. ജനങ്ങളെ രക്ഷിക്കാനാണ് പോലീസുകാരന്, അല്ല അവൻ്റെ പണി കുറയ്ക്കാനുള്ള സ്ഥലമല്ലത്. ഇവിടുത്തെ തോട്ടിൻ്റെ കരയിലും കടപ്പുറത്തുമൊക്കെ കുറേ പേരെ ഇരുത്തും വിസിലടിക്കാൻ. കടലിൽ ഇറങ്ങാതിരിക്കാനാണ് അവർ നോക്കുന്നത്. കടലിൽ ഇറങ്ങുന്നവരെ രക്ഷിക്കാനാണ് അവിടെ ഇരുത്തേണ്ടവനെ. അവൻ മുങ്ങിച്ചാകാൻ പോകുമ്പോഴാണ് പിടിച്ചു കയറ്റാനാണ് അവന് നീന്തൽ പഠിച്ച് അവിടെ ഇരിക്കണം. അവനെ ഇതും കൊടുത്ത് നോക്കിയിരിക്കണം അവന്. അതിനാണ് പണി. അതിന് അവൻ്റെ പണി കുറയ്ക്കാൻ വേണ്ടി ആരും കടലിൽ ഇറങ്ങണ്ടെന്ന് പറയുന്നിടത്താണ് തൊട്ടപ്പുറത്ത് ഇവൻ നോക്കാത്തടത്ത് എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങി നീന്തുകയും ചെയ്യുക. എന്തൊരു തമാശയാണ്. ശരിക്കും നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഓരോ സാധനവും അവരവരുടെ പണി കുറയ്ക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുമോ അത് മുഴുവൻ ചെയ്യും. പോലീസിനുകാരന് വെടിവെക്കാനും തോക്കും സാധനം ഉള്ള കാരണം കൊണ്ട് നമുക്ക് അനുസരിക്കാൻ ബാധ്യത, അല്ലെങ്കിൽ അവർ വെടിവെച്ചിക്കും, അല്ലെങ്കിൽ നിയമത്തിനകത്ത് കുരുക്കും നമ്മളെ. ഇത് അനുചിതമായി ചെയ്യുന്ന കാര്യങ്ങളായി പറയുന്നതൊക്കെ എല്ലാവരുടെ പ്രതിഷേധിക്കേണ്ടതാണ്. പ്രതിഷേധിക്കാൻ കഴിഞ്ഞാൽ ചെയ്ത് പ്രതിഷേധിക്കുക തന്നെ വേണം. ഇത്രയും ആൾക്കാർ അവിടെ ഇരുന്ന് ഇത് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പോലീസുകാരൻ പറഞ്ഞാലും കേൾക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. അതാണ് ഞാൻ പറയുന്നത്. പ്രോഗ്രാമിന്റെ സാധനം എടുത്തുകൊണ്ട് പോയാൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കേണ്ടി വരും. പോലീസുകാരൻ്റെ ആവശ്യമില്ലെന്നാണ് പറയേണ്ടത്. ഞാൻ ഈ പറയുന്ന പോലെ തന്നെ പറയേണ്ടതാണ്. പോലീസുകാരെ നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് പൗരസഹായമാണ്. നിങ്ങളെ സഹായിക്കുന്ന ആൾക്കാരാണ് വേണ്ടത്. ശബ്ദമലിനീകരണമാണ് പ്രശ്നമെങ്കിൽ അത് ശബ്ദം കുറച്ച് വയ്ക്കാൻ ആവശ്യപ്പെടുന്ന സ്ഥലമാണ് വേണ്ടത്, അല്ലാതെ മൈക്ക് എടുത്തുകൊണ്ട് പോകുന്ന സ്ഥലമൊന്നുമില്ല. രാത്രിയിൽ കഥകളി 2 മണിക്ക് 3 മണിക്കായിരുന്നു പണ്ടത്തെ കളികളെല്ലാം വെച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തിനനുസരിച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ ഇവന്മാർ 10 മണിക്ക് മുമ്പ് ചെയ്താൽ മതിയോ? ഇവൻ ആരാ ഇതൊക്കെ പറയാൻ? ആരാ അവനെന്നുള്ള ചോദ്യമാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ DGP ആയാലും DSP ആയാലും ശരി, അവനൊക്കെ ആരാണ് ഇതൊക്കെ പറയാൻ? പൂവാളം പാട്ട് രാവിലെ 4 മണിക്ക് പാടണമെന്ന് ആൾക്കാർ തീരുമാനിച്ച് അവർ ട്രെയിനിങ് മുഴുവൻ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ 10 മണിക്ക് മുമ്പേ പാടി തീർത്താൽ മതി എന്ന് പറയാനെങ്കിൽ ഇവരാരാണ് ഇത്? ആരെയാണ് ഇയാൾ രക്ഷിക്കുന്നത്? ഇത് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവർ രക്ഷിക്കുകയൊന്നുമല്ല, അവർ മറ്റുള്ളവരെ ഉപയോഗിച്ച് ഭരിക്കുന്നവരാണ്. ആ തരത്തിലുള്ള സ്ഥാപനങ്ങൾ പൊളിച്ചു കളയേണ്ടതാണെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. പകരം ഉണ്ടാക്കണം. ജനാധിപത്യപരമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയാണ്. പൗരസഹായികളായിട്ടുള്ള പൗരസഹായ കേന്ദ്രങ്ങളാണ് ഉണ്ടാകേണ്ടത്. പൗരന്മാരെ സഹായിക്കാൻ ഞങ്ങളിരിക്കുന്നു. അപ്പോൾ അവരെ പഠിപ്പിക്കുന്നത് വേറെ. ഇതുപോലെയാണ് ക്ലാസ് റൂം. ആളുകളെ വിവേചനം പഠിപ്പിക്കാനായിട്ടുള്ള ക്ലാസ് റൂം അല്ല ഉണ്ടാകേണ്ടത്. അവിടെ ദൈവമാണ് ഈ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ചതെന്നൊക്കെ പഠിപ്പിച്ചിട്ട് തൊഴാനും എടുക്കാനും നമസ്കരിക്കാനും നിസ്കരിക്കാനും പഠിപ്പിച്ചതിനെ ഒന്നും ഒരു കാലത്തും പൗരനാകാൻ ഒക്കത്തില്ല. ഇതുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്.
കാശ് പിടിക്കാൻ പറ്റും, പാവം പിടിച്ച ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് പിടിക്കാൻ പറ്റും, അവൻ്റെ എന്താണ് അമ്പലത്തിൽ പോയി ദുഃഖം മാറുന്നതിനാണ് സ്ഥലം എന്നാണ് പറയുന്നത്. അങ്ങനെ അന്ന് പിന്നെ എല്ലാ ദിവസവും പോവോ? യഥാർത്ഥത്തിൽ മാറുവാണെങ്കിൽ ഇയാളെ എല്ലാ ദിവസവും ആശുപത്രിയിൽ പോവോ? വെറുതെ ആലോചിച്ചാൽ പോലെ. മാറാത്തവണ് രോഗം ബാധിച്ചവരാണ്. അമ്പലത്തിൽ പോകുന്നവൻ ചാകുന്ന കാലം വരെ പോവുക. അതെന്തൊരു പോക്ക? വെറുതെ ആലോചിച്ച് നോക്കണോ ഇതൊക്കെ? ഇതിങ്ങനെ ചുത്ത നമ്മുടെ കയ്യിലിരിക്കുന്നത്. പണ്ട് രാജാവ് ടാക്സ് ചുങ്കം എന്ന് പറഞ്ഞാൽ മേടിക്കും. എന്നാൽ നാട്ടിലെ നോക്കുകൂലിയാണ് ഈ രാജാവ് മേടിക്കുന്നത്. ഞാനും കൂടെ വഴുതനങ്ങ വെണ്ടയ്ക്ക അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറുമ്പോൾ ഒരു വഴുതനങ്ങ അവിടെ കൊടുക്കണം, ഞങ്ങൾക്ക് എനിക്ക് തന്നേച്ചാൽ അവിടെ പറ്റത്തുള്ളെന്ന് പറഞ്ഞ ഗുണ്ടാ സംഘ പിരിവുകാരനാണ് ആ ഇരിക്കുന്നത്. അതാണ് രാജാവായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവന്മാരെല്ലാം മാറ്റി ഈ പിരിച്ച പൈസ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറായിട്ട് ഉപയോഗിക്കാം എന്ന് കണ്ടുപിടിക്കുന്നതാണ് ഈ ജനാധിപത്യ സംവിധാനം. ആ സ്ഥലത്ത് പക്ഷെ മേല് വീടായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത് വരുത്തില്ല. ഇതുകൊണ്ടാണ് ആ പ്രശ്നം ഉണ്ടാകുന്നത്. അവരുടെ ഇഷ്ടക്കാർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ. അഴിമതി മുഴുവൻ ചെയ്യും. അത് മേല് വീടിരിക്കുന്ന സംവിധാനത്തിനകത്ത് മുഴുവൻ ഉണ്ടാകും. അപ്പോൾ കാശ് ഇവിടെ താഴെ ഇരിക്കുന്നവൻ പിരിച്ച് മേളിലുള്ളവർക്ക് മുഴുവൻ കൊടുക്കുക എന്നുള്ള പണ്ടേ ചെയ്തുകൊണ്ടിരുന്നതാണ്. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിൻ്റെ പങ്ക് പറ്റുന്ന രാഷ്ട്രീയക്കാർ മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്, നമ്മൾ ആലോചിക്കേണ്ടത്. ഇയാൾ ഈ ജീവിതത്തിന് ഇപ്പം അമ്പലത്തിലെ കാര്യം എന്ന് പറഞ്ഞാൽ വേറെയാണെന്ന് തോന്നുമല്ലോ. വേറെ അല്ല. ഈ സ്ഥാപനങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മളിത് മുഴുവൻ ശ്വാസം മുട്ടുന്നിടത്തേക്കേ പോവുള്ളൂ. പരസ്പരം വെറുക്കുന്നവരും തമ്മിലടിപ്പിച്ച് അത് വസൂലാക്കുന്നവരുമായിട്ടുള്ളവരായിട്ടാണ് ഇന്ന് രാഷ്ട്രീയക്കാരെ നമ്മൾ കാണുന്നത്. അല്ല, നമ്മുടെ പ്രതിനിധികളായിട്ട് നമ്മൾ കാണുന്നില്ല. ഇന്ന് നമ്മൾ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗം വേറെ രാജ്യത്തു നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ സംസാരിക്കുന്നത്. രാജാവിലെ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ അധികാരമാണ് ഓരോ വോട്ടാക്കി എല്ലാവർക്കും കൊടുത്തത്. എന്നിട്ട് ഈ നമ്മളാണ് ജനം എന്ന് പറയുന്നവരാണ് പരമാധികാരി. അപ്പോൾ പരമാധികാരി ആയിരിക്കുന്ന നമ്മൾ പേടിച്ച് വേണം പോലീസ് സ്റ്റേഷനിൽ പോകാൻ. അതെന്തൊരു തമാശയാണെന്നാണ്. ഈ പഴയ സംവിധാനമായതുകൊണ്ടാണ് പേടിക്കുന്നത്. ആർക്കോ വേണ്ടിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടാകുന്ന കാശ്, ഉണ്ടാകുന്ന കാശ് കുറച്ച് ഒരു 2% ആൾക്കാരുടെ കയ്യിലാണ് പോകുന്നത്. അവരാണ് ഈ സ്ഥാപനം ഉപയോഗിച്ച് നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ തെരഞ്ഞെടുപ്പാണെന്ന് കൂടെ വരുത്തും. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കാമെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോന്നിനകത്തെടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ മുഴുവനും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടായിട്ടുള്ളതല്ല ഈ സ്ഥാപനങ്ങളെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അത് അഴിച്ചേ പറ്റൂ. അത് അഴിച്ചു പണിയുന്നതിന് വേണ്ടിയുള്ള സംസാരവും കാര്യങ്ങളും ഇയാളുടെ എന്താണ് മിമിക്രിക്കകത്തൂടെ പറയേണ്ടതാണ് ഞാനീ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇവർ മുഴുവനും ഇപ്പം ഞാനും ഇയാൾ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് നല്ല ആളാണെന്ന് വിചാരിക്കുന്നെങ്കിലും ഉണ്ടാവും. ഇയാൾ എന്തായാലും ആ ഇരിക്കുന്ന പോലീസുകാരെക്കാളും നന്നായിട്ട് പെരുമാറുമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ ഈ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണെങ്കിൽ ആകത്തില്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഭരിക്കാനാണ്. ജനാധിപത്യത്തിൽ സേവനവും ക്രമീകരണവുമുള്ളൂ. ക്രമീകരണങ്ങൾ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഈ മുറി ക്രമീകരിച്ചില്ലേ, അതിനെയാണ് ക്രമീകരണം എന്ന് പറയുന്നത്. അടുക്കേണ്ടതുണ്ട്. ഓരോ ആവശ്യത്തിന് വേണ്ടി അതിനെ റീഅറേഞ്ച് ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. അതിനെയാണ് ക്രമീകരണം എന്ന് പറയുന്നത്. ആ ക്രമീകരണവും പിന്നെന്താണ്? സർവീസസ് ആണ്. ഒരാളൊരാവശ്യത്തിന് വന്ന് അയാൾക്ക് സേവനം ചെയ്യുമ്പോൾ ആ സേവനത്തിനുള്ള ക്രെഡിറ്റ് അയാൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ ഓരോ സേവനദാതാവായിരിക്കുന്ന ആൾ ഇയാളെ റേറ്റ് ചെയ്യണം. ഇയാൾ നല്ല പെരുമാറ്റമായിരുന്നു എന്ന് പറയുന്നത് അവിടെ എഴുതി വെക്കുകയും അത് വർഷാവസാനം എത്ര റേറ്റ് കിട്ടിയുള്ള ആളിന് മാത്രമേ ശമ്പളം കൂട്ടി കൊടുക്കാവൂ. അപ്പം തൊട്ട് അഴിമതി പോകും. ഇങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ മാറേണ്ടത്. മേപ്പോട്ട് ആൾക്കാരെ കയറ്റിവിടുന്ന പണിയല്ലത്. ചീഫ് സെക്രട്ടറി ആകാനായിട്ട് അവസാനത്തെ 2 മാസം ചീഫ് സെക്രട്ടറി ആകാനായിട്ട് കസേരയ്ക്ക് വേണ്ടി വിടുക എന്നുള്ളതാണ് ഉമ്മാരെ മുഴുവൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. DGP ആകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാല് വെട്ടുന്നവനാണ് അവിടെ DGP ആകുക. അവൻ്റെ അടുത്തുനിന്ന് വേണം നമ്മൾ മര്യാദയ്ക്ക് പെരുമാറുന്നത്. രാവിലെ തൊട്ട് വൈകുന്നേരം കൈക്കൂലി മേടിച്ചിട്ട് തീ കത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് ജഡ്ജിയുടെ വീട്ടിൽ നിറച്ചത് ഇതാണ്. അവിടെ നിന്ന് വേണമല്ലോ നീതി കിട്ടാൻ. നല്ല സ്ഥലങ്ങളല്ലേ ഇതല്ല. ഇത്രയാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ ഇയാളുടെ പ്രോഗ്രാം നടത്താൻ തന്നെ ജനാധിപത്യ സംവിധാനം എന്തിനിത് ചെയ്യുന്നു? നമുക്ക് റെഗുലേഷൻസ് ആവശ്യമാണ്. ശബ്ദം കുറയ്ക്കേണ്ടതുണ്ട്. യാതൊരു സംശയമില്ല. നമ്മൾ പണ്ടത്തെ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു ടെക്നോളജി വന്നാൽ അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞുകൂടാത്തവരാണ് നമ്മൾ.
ലൗഡ് സ്പീക്കർ ഭയങ്കരമായിട്ട് വെച്ച് നമ്മൾ 2 കിലോമീറ്റർ അപ്പുറത്തുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി വെച്ച് കളയും. അങ്ങനെ വെക്കേണ്ട പക്ഷേ ആ കോമ്പൗണ്ടിൽ ഇരിക്കുന്ന മുഴുവൻ പേർക്കും വ്യക്തമായി കേൾക്കുന്ന നിലവാരത്തിൽ ബോക്സുകൾ വെക്കാൻ പറ്റും. ഇതിനിടയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഇങ്ങനെ സൗണ്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് എന്ന് പറഞ്ഞ് ഓഫ് ചെയ്തു ഒരു സ്റ്റേജിൽ ഒരു പാട്ട് ടീം. ഓഫ് ചെയ്തതിന് ശേഷം ഇവര് ഓഡിയൻസ് പറഞ്ഞു നിങ്ങൾ പാട് ഞങ്ങൾ കേട്ടോളാന്ന് പറഞ്ഞു, മൈക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ പാടിയപ്പോൾ പോലീസ് തല്ലിയോ? തല്ലി. അതാണ് ഞാനീ പറയുന്നത്. ഇതാണ് അവർ പറഞ്ഞാൽ അനുസരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അവർക്ക് അവകാശം ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നത് നമ്മളെ തല്ലാൻ. നമ്മൾ തിരഞ്ഞെടുത്ത നമ്മുടെ പോലീസ് നമ്മളെ തല്ലാനും അവർക്ക് അവകാശം ഉണ്ടെന്ന് അവർ വിചാരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇതാണ് ഞാനീ പറയുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ജനവിരുദ്ധമായ മർദ്ദന ഉപകരണങ്ങളാണ്. അത് അഴിച്ചേ പറ്റത്തുള്ളൂ. അല്ലാതെ അത് സാങ്കേതിക വിദ്യയുടെ പ്രശ്നമോ കാര്യമോ ഒന്നുമല്ല. ആക്ച്വലി സാർ നമ്മൾ ഈ ക്രിമിനൽസിനായിരുന്നാലും കുറ്റം ചെയ്തിട്ട് വന്നാൽ നമുക്ക് തെളിയിക്കാൻ വേണ്ടി തല്ലുന്നത് തല്ലിക്കൂടാ. എത്രയോ തരത്തിൽ. എന്തിനാണ് തല്ലേണ്ട ആവശ്യം? ഒന്നും ചെയ്യാത്ത കുറെ പാവങ്ങൾ. ഞാൻ പറയുന്നത് ഒരാളെ നമ്മൾ ശാസ്ത്രീയമായി തെളിവ് സമ്പാദിക്കുന്നത് എന്തിനാണ്? തല്ലി ശരിയാക്കാനാണെങ്കിൽ. കോടതിയിൽ തല്ലിയാണ് ഇയാൾ പറയുന്നതെന്ന് പറഞ്ഞാൽ കോടതി എടുക്കാൻ പറ്റുമോ? പിന്നെ നിന്നോട് തല്ലുന്നേ. ഇതാണ് ഈ ശീലം കൊണ്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കൃത്യമായ തെളിവ് വേണം. അത് ശാസ്ത്രീയമായി തെളിയിച്ചത് മാത്രമേ കോടതിയിൽ വിലയുള്ളൂ. മറ്റേത് പഴയ ശീലം കൊണ്ടാണ് ഈ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് അയാളുടെ പേര് ക്രിമിനൽ കേസെടുക്കേണ്ടതാണ്. ഒരു പോലീസുകാരന് ഒരാളെ അടിക്കാൻ അവകാശമില്ല. അയാൾ അടിക്കാനായിട്ട് പറയുന്നത് മേലധികാരി പറഞ്ഞാൽ അടിക്കാവുന്നതാണ്. അത് തന്നെയാണ് മേലധികാരി എന്ന് പറയുന്ന സാധനത്തിനെയാണ് നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഓർഡർ അനുസരിച്ചിട്ട് വെടിവെക്കാൻ പറ്റത്തുള്ളതാണ്. വെടിവെക്കാൻ ഒരു സമയത്ത് ആവശ്യമില്ല. നമ്മൾ ശത്രുക്കളല്ല, നമ്മുടെ ഭരണമാണ്. നമ്മുടെ ഭരണം നമ്മളെ വെടിവെക്കേണ്ട ആവശ്യമില്ല. ഇത് പണ്ട് രാജാവ് മറ്റുള്ള ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംവിധാനത്തിനകത്ത് നമ്മളത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ കാര്യം അതാണ്.